രാവിലെ നല്ല വെയിൽ. എത്ര ദിവസം കൂടിയാ വെയിൽ കാണുന്നേ. പാട്ട് പാടിയിട്ട് കുഞ്ഞിനെ ഇറങ്ങണം. ഇതൊക്കെ വെളിയിൽ ഇങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ട് വെളി കാണിക്കാൻ വേണ്ടി വെച്ചേക്കണം. വണ്ടിയെന്നൊക്കെ ഇത് എടുക്കുമ്പോ മിസ്റ്റർ ബട്ട്ലർ കുട എടുക്കണേ നനയാതെ. അവിടെ ചെല്ലുമ്പോ അപ്പന്റെ കയ്യിൽ ഒരു കുടയുണ്ട്, അത് എടുത്തോണ്ട് ഇങ്ങ് വരണം. നടക്കുന്ന കേസല്ല. അതെ, കുഞ്ഞു കുടയാ. കടയൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, വരുന്നുമില്ല. എനിക്ക് കൂടെ കൊണ്ടു നടക്കുന്ന ഇഷ്ടമല്ല. പായനകത്ത് വെച്ചാൽ മതി വേണ്ട കേട്ടോ, കൊണ്ട് നടക്കണ്ട. പായനകത്ത് വെച്ചാൽ മതി. ചേച്ചി പായ എടുത്തിട്ട് വരണേ. മറന്നല്ലോ. ഫോൺ മറന്നോ? ടാബ് മറന്നോ? അതൊക്കെ അവിടേക്ക് എടുക്കണം. ടാബൊന്നും എടുക്കുന്നില്ല. എന്നാ പൈസ ഒക്കെ ഉണ്ടോ? വണ്ടിക്കൂലി എനിക്ക് തിരിച്ചൊരു 10 മണി മേടിച്ചാൽ മതി. നോക്കണ്ടോ, ഒരു ഗ്ലാമറും ഇല്ല. ഗ്ലാമറില്ലാത്തൂടെ പോകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, നമ്മൾ മേക്കപ്പ് ഇടാം. ഞാൻ മെയിനായിട്ട് പോകും. നമ്മളെ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഒരാഴ്ച മിണ്ടുകയല്ല. പിന്നെ എനിക്ക് പോകണ്ട എവിടെയെങ്കിലുമൊക്കെ. പൊക്കോ. ഇന്ന് മടുത്തു. ഇന്നാണ് വെയിൽ വരുന്നത്. ആ കണ്ട മരങ്ങളെല്ലാം മുറിക്കണം. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മനോഹരമായിട്ട് മുറിച്ചോണക്കം വന്നിട്ടുണ്ട്. എപ്പം മുറിക്കുമെന്ന് പറഞ്ഞില്ല. എപ്പോഴാ? നാളെയോ? നാളെ തോരട്ടെ. നാളെ പാലം തുറക്കുമെന്നാണ് പറയുന്ന കേട്ട. അതായിരിക്കും ഇതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. നാളെയാണോ തുറക്കുന്നത്?
കേന്ദ്രങ്ങളിലുള്ള ക്യാമ്പുകളിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുകളിലേക്ക് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മണിക്കൂറുകൾ തന്നെ ഇത് പൂർണ്ണ സജ്ജമാകും. പാലം നിർമ്മാണം തുടങ്ങുന്നത് ഇന്നൊരു പക്ഷേ ആ സമയമാകുമ്പോഴേക്കും പാലം പ്രവർത്തന സജ്ജമാകും എന്നുള്ളതാണ്. രാഷ്ട്രീയ സേനാംഗങ്ങൾ ആ പാലം നിർമ്മാണ പ്രവൃത്തിയിലായിരുന്നു. അവർ സമയം പോലും പാഴാക്കാതെയാണ് ആ പാലം പൂർത്തിയാക്കുന്നത്. നമ്മൾ പോകുന്ന ദൃശ്യങ്ങൾ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർ സീതമ്മ എന്ന ഭാഗത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രവർത്തിച്ചുള്ള പരിശോധനയാണോ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നതാണ്. സാഹചര്യം നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ രാഷ്ട്രപതി ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ സ്ഥാപനത്തിലെ വസ്ത്രങ്ങൾ നടക്കാൻ വെച്ചിട്ടുള്ളത് സേവാകാരിക്കുന്ന ആ സേവനങ്ങൾ നമുക്ക് വിസ്തരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ദുരന്തബാധിത മേഖലകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുക. അതിനുശേഷം ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആശുപത്രികളിൽ അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പോകണേ. മഴ ഒരു സ്പീഡിലിങ്ങി വരും, അതുപോലെ തന്നെ പോകും. അതാ ഇവിടുത്തെ മഴ. ഇന്നങ്ങനെ ചിലപ്പം പൈസ ഇട്ടിരുന്നാൽ പിന്നെ നിർത്തത്തില്ല.
ശാപമ്മയുടെ ചെവി കറക്റ്റ് ചെവി. അയ്യോ അറിയില്ലേ മുട്ട എടുത്തു. നിനക്കെന്നാ പൊറോട്ട ഇല്ല. ഉണ്ട്. നാരായണി പാടി നിനക്ക് തരാം. വേണം. ഇപ്പോൾ മുട്ട എടുത്തല്ലോ. മുട്ട എടുത്ത്. പൊട്ടിച്ചോ? അങ്ങോട്ട് നോക്ക്. മൊത്തം പൊട്ടിച്ചോ? ഒരെണ്ണം മൊത്തം പൊട്ടിച്ചു. ഒരെണ്ണം ഇങ്ങനെ പൊട്ടാറായി ഇങ്ങനെ നിൽക്കുന്നു. ഇവക്ക് പൊറോട്ട കൊടുക്കണ്ട കേട്ടോ. അതാ തുടരുന്നു. നിനക്ക് പൊറോട്ട ഇല്ല കേട്ടോ. പാടി നാരായണി നിനക്ക് തരാം. അതിനല്ല അടിച്ചത്. ഞാൻ പറയട്ടെ. പറ. ശ്യാമളമ്മേനെ അടിച്ചേനാ. അടിച്ചോ? മുട്ട പൊട്ടിച്ചതിനല്ല. അപ്പൊ മുട്ട പൊട്ടിച്ചതിന് അടി വേറെ വേണം. അടിക്കില്ല. ഞാൻ അത് അടിച്ചു. ജയമ അടിച്ചു. അടിച്ചോ? അപ്പ കുളിച്ചപ്പോ ജയമ അടിച്ച്. ജയമ അടിച്ചപ്പോ അപ്പയും അടിച്ചു. എന്നിട്ട് ശ്യാമളിയെ കരഞ്ഞു. കരഞ്ഞോ? ശാമ്പയ്ക്ക് പൊറോട്ട കൊടുക്കണ്ട കേട്ടോടി. അവള് ഊട്ടായിപ്പ. മുട്ട എങ്ങനെ അടി പൊട്ടിച്ചേ? അത് പറഞ്ഞേ. മുട്ട എങ്ങനെ പൊട്ടിച്ചെന്ന് പറഞ്ഞേ. ലൈറ്റ് പറയടി. മുളക് മുട്ടയും കുറച്ച് മുളകും കൂടെ കഴിക്കാൻ. മുളക് വെച്ച് ഉണ്ടാക്കാൻ. മുളക് പൊട്ടിച്ചിട്ട് കഴിക്കാൻ. അതെ അതെ. അത് ചോറിന് വേണ്ടി എടുത്തതാ. നിനക്കില്ല. നീ എന്തിനാ പറയുന്നേ? നിനക്കില്ലാന്ന് പറഞ്ഞു. പൊറോട്ട വേണമെന്ന് മണത്തോ? നിനക്ക് തിന്നാൻ തരുന്നില്ല. അത് മതി മതി. പൊക്കോ. എന്നാ റബ്ബർ ബാൻഡ് അല്ലേ വേറെ? മുട്ട മതിയോ? പൊറോട്ട വേണോ? പൊട്ടിച്ച മുട്ട തരാം. അപ്പൊ ഞാൻ അതിനെല്ലാം തുള്ളിയാവോ? അപ്പൊ വീഡിയോ ചെയ്തില്ലേ? വീഡിയോ അവളൊന്നും വിട്ടുന്നില്ല. അവള് പൊറോട്ട ചോദിക്കുന്ന പോലും ഇല്ല. പിന്നെ അവളോട് ആർത്തിയോ? അടിച്ചതാ. അപ്പൊ കോപ്പി ചെയ്ത അപ്പൊ കോപ്പി ചെയ്ത വീഡിയോ ചെയ്തതില്ല അത്. പിന്നെ എന്തിനാ അപ്പൊ ഒരു സംഭവം ഉണ്ട്. ശ്യാമളമ്മയുടെ ഫോണത്ത് ഗൂഗിള് തക്കാളി പറഞ്ഞു. പിന്നെ ഇഞ്ചി തക്കാളി എല്ലാം പറഞ്ഞു. ശ്യാമള ഫുള്ളുണ്ട്. അമ്മ ചോക്ലേറ്റ്. അപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഗൂഗിൾ എടുത്ത് തന്നെ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ചോദിച്ചെന്നായി പറയുന്നത്. ശ്യാമളമ്മ പറയുന്നത് ആക്രാന്തമാണ്. ഉള്ളി എങ്ങനെയാ മുട്ട പൊരിക്കുന്നത് എങ്ങനെയാ? അപ്പം ഗൂഗിള് പറഞ്ഞു തരും ഇങ്ങനെയാണ് മുട്ട പൊരിക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാ? അത് പറഞ്ഞു. ചൂല് വരെ ചൂട് ഞാൻ പച്ച പച്ച ബ്ലൂ ബ്ലൂ. റാണിയുടെ വരെ കഥ കഥ. നിനക്ക് പൊറോട്ട വേണോ? മുട്ട പൊട്ടിച്ചോ? റാണിയുടെ പേര് കടയല്ല, കടയുടെ പേര് റാണി. ഓ കടയിലാണ് വിളിച്ചത്. എല്ലാവരും നമ്മളെ സാമ്പാറും അടിപൊളി. അപ്പൊ ജ്യൂസ് മേടിച്ചില്ലപ്പ? ഇല്ല. നിനക്ക് വേണ്ടല്ലോ. അപ്പം അല്ല മേടിച്ചത് അത് മേടിച്ച് ജ്യൂസ് ഒന്നും മേടിച്ചില്ല. പൊറോട്ട നിനക്ക് വേണ്ടല്ലോ. നീ മുട്ട പൊട്ടിച്ചോണ്ട്. മുട്ട പോയി. അതുകൊണ്ട് നിനക്ക് വേണ്ടല്ലോ. വേണോ? എന്നിട്ട് മിണ്ടായി പിടിച്ചിരിക്കുന്നത്. അതൊക്കെ സമ്മതിച്ചു. ഇപ്പം പൊറോട്ട വേണോ വേണ്ടയോ? സാമ്പാർ നല്ല അതൊക്കെ എനിക്ക് മനസ്സിലായി. നിനക്ക് വേണോ വേണ്ടയോ? അമ്മ ഞാൻ കഴിച്ചോട്ടെ. ജയമേ ജയമയല്ലോ പറയണ്ടേ. ആരാ പറയണ്ടേ? എനിക്ക് ഇഷ്ടമാണോ? ഞാൻ സ്റ്റൂളിൽ നിന്നോട്ടെ. സ്കൂളിലൊക്കെ വരുന്നോ? വെള്ളം തരുമോ കുടിക്കാൻ? പൈപ്പ് പൈപ്പ് പൈപ്പേ മതി. അപ്പൊ ഇത് എവിടുന്നോ ഒരു വാട്ടർ വാട്ടർ എനിക്ക് സ്കൂളിൽ സ്കൂളിൽ നിന്നോ അല്ല, അമ്മയുടെ അത്. അമ്മ എന്റെ സരസ്വതി അമ്മയുടെ
അതിന്